ഇടനിലക്കാർക്കിടയിൽ ഹൈബ്രിഡ് കഞ്ചാവിന് പുഷ് എന്നാണ് വിളിപ്പേര്. സിനിമാക്കാരെയും മോഹിപ്പിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് എന്നാൽ എന്താണ്? സാധാരണ കഞ്ചാവിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു? എത്രമാത്രം അപകടകരമാണ് ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഉപയോഗം? 2019 മുതൽ, അതായത് കോവിഡ് വ്യാപനത്തിന്റെ ആദ്യഘട്ടത്തിന് ശേഷമാണ് കേരളത്തിലേക്ക് വൻതോതിൽ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിത്തുടങ്ങിയത് എന്നാണ് വിവരം. ഹൈഡ്രോപോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വളർത്തിയെടുക്കുന്ന കഞ്ചാവിനെയാണ് ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്നത്. അതായത് മണ്ണിലല്ലാതെ വളരെയേറെ പോഷക ഗുണങ്ങളുള്ള ലായനിയിൽ സസ്യങ്ങൾ വളർത്തിയെടുക്കുന്നതിനെയാണ് ഹൈഡ്രോപോണിക് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. അത്തരത്തിലാണ് ഹൈബ്രിഡ് കഞ്ചാവിനെയും വളർത്തിയെടുക്കുന്നത്. ഇന്ത്യയിൽ കാണപ്പെടുന്ന കഞ്ചാവിനേക്കാൾ രൂക്ഷമായ ഗന്ധമാണ് ഹൈബ്രിഡ് കഞ്ചാവിന്. ഒപ്പം അപകടകരമായ മാരക ലഹരിയുമാണ് ഇത്തരം കഞ്ചാവുകൾക്ക്. കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം. എങ്ങനെ വരുന്നു? എത്രത്തോളം കേരളത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് ലഭ്യമാണ്?